സ്റ്റുഡൻസ് വെൽക്കം ടു യുവർ ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ 15 ആണ്. അതായത് മാനേജ്മെന്റ് ഓഫ് കമ്പനീസ്, എങ്ങനെയാണ് കമ്പനീസിനെ മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ആരൊക്കെയാണ് കമ്പനിയെ മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഗവേണൻസ്, അതിൻ്റെ ഭരണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ് ബോർഡ് ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗവേണൻസ് കൃത്യമായി ഡിഫൈൻ ചെയ്യുന്നത് ഒരു കമ്പനിയുടെ സ്ട്രക്ചർ എന്താണ്, പ്രോസസ്സ് എന്താണ്, അത് എങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അക്കൗണ്ടബിൾ ആവാനും ട്രാൻസ്പെറൻ്റ് ആവാനും റെസ്പോൺസീവ്നെസ്സിന് വേണ്ടിയിട്ടും റൂൾ ഓഫ് ലോ എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റെബിലിറ്റി എങ്ങനെയുണ്ട്, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂസീവ്നെസ് എങ്ങനെയാണ് അതിൻ്റെ എംപ്ലോയീസിനോടും ബാക്കിയുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനോടും, എംപവർമെൻറ്റ് എന്തൊക്കെയാണ്, അങ്ങനെ ബ്രോഡ് ബേസ്ഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസ്, ഇതെല്ലാമാണ് അതിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവേണൻസിൽ പ്രധാനമായിട്ടും മാനേജ്മെൻറ്റും ഓർഗനൈസേഷനെയും മൊത്തത്തിലൊന്ന് നോക്കിക്കാണാം. അതായത് അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ വർക്കിങ്ങും പബ്ലിക്കിന് വേണ്ടിയിട്ട് എന്തോരം അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അതിന് സ്പെസിഫിക്കലി ഒന്നുമില്ലെങ്കിലും അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടെങ്കിലും അതിൻ്റെ മിഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുന്നതിനാണ് അതിൻ്റെ ഗവേണൻസ് എന്ന് പറയുന്നത്. കമ്പനി ഭരിക്കപ്പെടണമെങ്കിൽ ആരൊക്കെ വേണം? അതിന് ഡയറക്ടർ വേണം, അതേപോലെ തന്നെ സെക്രട്ടറി വേണം, മാനേജിങ് ഡയറക്ടർ വേണം, ചീഫ് ഓഫീസേഴ്സ് വേണം. അങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് ഒരു കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കുറച്ച് പോയിന്റുകൾ മാത്രം നോക്കാം. ഡയറക്ടറുടെ ലീഗൽ പൊസിഷൻ, അവരുടെ പവേഴ്സ്, അതേപോലെ തന്നെ സെക്രട്ടറിയുടെ പവേഴ്സ്, റൈറ്റ്സ്, ഡ്യൂട്ടീസ്. ഇവിടെ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ മാത്രം ഒന്ന് നോട്ട് ചെയ്താൽ മതി. അപ്പോൾ അതിൽ ഒരു ഡയറക്ടർക്ക് എങ്ങനെയൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം, അവരുടെ പവേഴ്സ്, അതുപോലെ ഡ്യൂട്ടീസ്, അതേപോലെ തന്നെ ജസ്റ്റ് എങ്ങനെ ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യാം, റിമൂവ് ചെയ്യാം, ഡയറക്ടറുടെ ലയബിലിറ്റി, കമ്പനി സെക്രട്ടറി ഡ്യൂട്ടീസ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഒരു ഡയറക്ടറെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കമ്പനി ഗവേൺ ചെയ്യാനാണ്, അപ്പോൾ മാനേജ് ചെയ്യാനാണ്. അപ്പോൾ ആരാണ് ഡയറക്ടർ? ദ പേഴ്സൺ ഹു ഈസ് അപ്പോയിൻറ്റഡ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. കമ്പനീനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വ്യക്തിനെയാണ് നമ്മൾ ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ അപ്പോയിൻറ്റ് ചെയ്യും ഡയറക്ടറായിട്ട്. അപ്പോൾ ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അവർക്കുള്ള ലീഗൽ പൊസിഷൻ എന്തൊക്കെയാണ്? ഒരു കമ്പനിയിൽ ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്താൽ ആ ഡയറക്ടർ പറയുമ്പോൾ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം ആ കമ്പനിക്ക് വേണ്ടിയിട്ട്. അതായത് കമ്പനി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് അല്ലേ. അപ്പോൾ കമ്പനിക്ക് ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കമ്പനിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ആരുടെ കൈകളിലൂടെയാണ് പോകുന്നത്? ഈ ഡയറക്ടേഴ്സിൻ്റെ വർക്കിലൂടെയാണ് അത് പോകുന്നത്. സോ ആ ഒരു റിലേഷൻഷിപ്പ്, കമ്പനിയും അതിൻ്റെ ഡയറക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആരെ പോലെയാണ്? കമ്പനി മെയിൻ ആയിട്ടുള്ള പ്രിൻസിപ്പളും അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത് ഏജൻറ്റും ആയിരിക്കും. അപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് കമ്പനിയും ഡയറക്ടറും തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് പറയുന്നത്. കാരണം കമ്പനി ചെയ്യുന്ന വർക്കിന് റെസ്പോൺസിബിൾ ആയിരിക്കുന്നത് ശരിക്കും ആരും കൂടിയാണ്? ഡയറക്ടറും കൂടിയാണ്. കാരണം കമ്പനി എന്ന് പറയുന്ന അവർക്ക് ഡയറക്ടർ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഏജൻറ്റ് മുഖേനയാണ് അതെല്ലാം പ്രവർത്തിയും ചെയ്യുന്നത്. ആ ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ കമ്പനിയുടെ ഡയറക്ടറും ആയിരിക്കും. അപ്പോൾ കമ്പനിക്ക് ഡയറക്ടറുടെ ആദ്യത്തെ ലീഗൽ പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്ടർ ആസ് ഏജൻ്റ് ആണ്. രണ്ടാമത് ഡയറക്ടർക്ക് ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യാം എന്നാണ് പറയുന്നത്. നോട്ട് പ്രോപ്പർലി സ്പീക്കിംഗ് ട്രസ്റ്റീസ് യെറ്റ് ദേ ഹാവ് ഓൾവേസ് ബീൻ കൺസിഡേർഡ് ട്രീറ്റഡ് ആസ് എ ട്രസ്റ്റീസ് ഓഫ് മണി. അതായത് കമ്പനിയുടെ കംപ്ലീറ്റ് കൺട്രോള് ഡയറക്ടറുടെ കയ്യിലാണ്. ആ പൈസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്നതും അല്ലെങ്കിൽ അതെല്ലാം നോക്കി നടത്താനുള്ളൊരു ജോലി ഡയറക്ടർക്കുണ്ട്. അപ്പോൾ ഡയറക്ടർക്ക് എന്ത് ചെയ്യാം? ഒരു ട്രസ്റ്റിയെ പോലെ വർക്ക് ചെയ്യാം. കാരണം കോൾ മേക്ക് ചെയ്യാം, ഫോർഫിറ്റ് ചെയ്യാം, ഫർദർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാം, ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ എല്ലാ പവേഴ്സും ട്രസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഡയറക്ടറിലാണ്. അപ്പം ഡയറക്ടർക്ക് ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യാം, ട്രസ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം, പിന്നെ മാനേജിങ് പാർട്ട്ണറായിട്ട് പറയാമെന്നാണ് പറയുന്നത്. കാരണം ഡയറക്ടറെ എലക്ട് ചെയ്യുന്നത് ആരിൽ നിന്നാണ്? ഷെയർ ഹോൾഡേഴ്സ് എത്ര പേരുണ്ടോ അവരുടെ പ്രതിനിധിയായിട്ട് അവരിൽ നിന്നാണ് ഒരു ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ അതൊരു മാനേജിങ് പാർട്ട്ണർ തന്നെയാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതേസമയം ഡയറക്ടർ ആരുമാണ്? ഒരു എംപ്ലോയിയുമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഡയറക്ടേഴ്സ് ഏജൻ്റാന്ന് പറഞ്ഞു. ആൻഡ് ദേ ആർ നോട്ട് എംപ്ലോയീസ് ഓർ സെർവൻസ് ഓഫ് ദ കമ്പനി. എന്തുകൊണ്ടാണ്? ഹെൻസ് ദേ കനോട്ട് ക്ലെയിം ദിയർ റെമ്യൂണറേഷൻ ആസ് എ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റർ. കമ്പനി അടച്ചു പൂട്ടുന്ന സമയത്ത് ആദ്യം പ്രാധാന്യം കൊടുക്കുക ക്രെഡിറ്റേഴ്സിനായിരിക്കും.
ആ ഒരു ക്രെഡിറ്റർക്കുള്ള പ്രാധാന്യം ഒരിക്കലും ആർക്ക് കിട്ടില്ല, ഡയറക്ടർക്ക് കിട്ടില്ല. അവയ്ക്ക് ഒരിക്കലും റെമ്യൂണറേഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ബട്ട് വേർ എനി ഡയറക്ടർ ബിസൈഡ്സ് ബീയിങ് എ ഡയറക്ടർ ഓൾസോ സർവീസ് ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ദ കമ്പനി. എന്തുകൊണ്ടാണ് എംപ്ലോയി എന്ന് പറയാൻ കാരണം, കമ്പനിയുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടെ സെക്രട്ടറി ആയിട്ടോ മാനേജറായിട്ടോ ഡയറക്ടറായിട്ടോ ഒക്കെ അപ്പോയിന്റ് ചെയ്ത് അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹി വിൽ ബി എൻറ്റൈറ്റിൽഡ് ടു ബി റെമ്യൂണറേഷൻ ആൻഡ് അതർ ബെനിഫിറ്റ്സ് ഓഫ് ദ എംപ്ലോയി. അപ്പോൾ ആ ഒരു ഡയറക്ടർ എന്നുള്ള ആ അവകാശം അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസാണ് ഡയറക്ടർക്ക് കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള റെമ്യൂണറേഷനും അന്നേരം അവർക്ക് കൊടുക്കാമെന്നുള്ളതാണ് പറയുന്നത്, ഒരു എംപ്ലോയിയെ പോലെ. അപ്പോൾ ലീഗൽ പൊസിഷൻ എന്താ ചോദിച്ചാൽ, ഡയറക്ടർക്ക് ഏജൻറ്റിൻ്റെ വർക്കാണ്, അതുപോലെ ട്രസ്റ്റി ആയിട്ട് വർക്ക് ചെയ്യാം, മാനേജിങ് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യാം, എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യാം. പിന്നെ അപ്പോയിന്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുക ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് ഡയറക്ടർ ആർട്ടിക്കിൾസിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കണം, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സബ്സിക്വൻറ്റ് ഡയറക്ടേഴ്സിൽ നിന്ന് ചെയ്യാം, കമ്പനി ജനറൽ മീറ്റിങ്ങിൽ ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാം, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വഴി ചെയ്യാം, തേർഡ് പാർട്ടി മുഖാന്തരം ചെയ്യാം, അതുപോലെ പ്രൊപ്പോഷണൽ റെപ്രസെൻറ്റേഷനിലൂടെ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാം, ട്രിബ്യൂണൽ കോടതിയും ചിലപ്പോൾ ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യാവുന്ന. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത്. ഇനി റിമൂവ് ചെയ്യുക, ഒരു ഡയറക്ടറെ നമ്മൾ നിയമിക്കുന്ന പോലെ തന്നെ റിമൂവ് ചെയ്യുന്നത് 3 ആളുകളാണ്. ഒന്നില്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന് റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ കോടതിക്ക് ചെയ്യാം, ട്രിബ്യൂണലിന് ചെയ്യാം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ചെയ്യാം. അങ്ങനെ 3 തരത്തിലാണ് ഡയറക്ടേഴ്സിനെ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് നോക്കി, റിമൂവൽ നോക്കി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഡയറക്ടറുടെ പവേഴ്സാണ് പ്രധാനമായിട്ടും. മെയിനായിട്ട് ഇതിൽ നിങ്ങൾ ഈ പവർ, ഡ്യൂട്ടി, ലയബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ ഒരു 10 പോയിന്റ് വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എസ് ചോദിച്ചാലും എഴുതാൻ പറ്റും, നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിൻ്റാണ്. കാരണം ഷെയർ ഹോൾഡേഴ്സിന് കോൾ മേക്ക് ചെയ്യുന്നത് ഡയറക്ടറാണ്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റി, അതുപോലെ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നത്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ട് ബോറോ ചെയ്യുന്നത്, കമ്പനിയുടെ എക്സസ് ആയിട്ടുള്ള ഫണ്ടിനെ ഏതെങ്കിലും ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ലോണുകൾ കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എല്ലാം പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യേണ്ടത് ഡയറക്ടർ ഡ്യൂട്ടിയാണ്. പിന്നെ ബിസിനസ്സിനെ ഡൈവേഴ്സിഫൈ ചെയ്യുക, അതിനെ വൈവിധ്യവൽക്കരിക്കുക, പിന്നെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ അമാൽഗമേറ്റ് ചെയ്യുക, മെർജ് ചെയ്യുക, റീകൺസ്ട്രക്ട് ചെയ്യുക, കമ്പനീനെ ഏറ്റെടുക്കുക, അതേപോലെ തന്നെ കമ്പനിയുടെ ലീസിന് കൊടുക്കുക, അല്ലെങ്കിൽ സെല്ല് ചെയ്യുക, ഏതെങ്കിലും ഒരു പാർട്ട് കമ്പനി കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റെമിറ്റൻസ് കൊടുക്കേണ്ടത്, പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്, പിന്നെ എക്സസ് ആയിട്ട് ഫണ്ട് ആവശ്യമുള്ളപ്പോൾ ബോറോ ചെയ്യുന്നത്, അധികമുള്ള പൈസേനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ആരുടെ അധികാരമായിരിക്കും? ഡയറക്ടറുടെ അധികാരമായിരിക്കും. ഇനി ഡ്യൂട്ടീസ് എന്ന് പറയുന്നാൽ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ഉണ്ട്, ജനറൽ ഡ്യൂട്ടിയും വരുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ വെച്ചാൽ, കമ്പനിയുടെ പ്രോസ്പെക്ടസ് ആദ്യം ഇഷ്യൂ ചെയ്യണം നമ്മൾ പറഞ്ഞല്ലോ, അപ്പോൾ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ഉണ്ട്. അതുപോലെ എത്ര മിനിമം സബ്സ്ക്രിപ്ഷൻ ഫിക്സ് ചെയ്യാനുള്ള, ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ ഷെയർസ് എല്ലാം അലോട്ടഡ് അൺടിൽ മിനിമം സബ്സ്ക്രൈബ് ചെയ്യുന്നവരേക്ക് ഷെയർസ് അലോട്ട് ചെയ്യാതിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക. അതിൻ്റെ എല്ലാ പൈസയും റിസീവ് ചെയ്തിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ മണി ഷെഡ്യൂൾഡ് ബാങ്കിൽ തന്നെയാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ നോക്കുക. ആപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം അവർക്കും അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ ഷെയർ നോക്കുക. അവരുടെ ക്വാളിഫിക്കേഷൻ ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ, പ്രോപ്പറായിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ, രജിസ്റ്റർ കീപ്പ് ചെയ്തിട്ടുണ്ടോ, രജിസ്റ്റർ നോട്ടീസ് ഓഫ് കൺവേർഷൻ, ഷെയറിനെ ഒരു കാലം കഴിഞ്ഞാൽ സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്യാനുള്ള നോട്ടീസ് സെൻഡ് ചെയ്തിട്ടുണ്ടോ, ആനുവൽ ജനറൽ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചു കൂട്ടുക. അതുപോലെ തന്നെ രജിസ്റ്റർ ഓഫ് കോപ്പീസ്, ഇനി എന്തെങ്കിലും റെസൊല്യൂഷൻ ആ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കോപ്പീസ് രജിസ്ട്രാർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക, ഡയറക്ടേഴ്സിന് കൊടുക്കുക, സെക്രട്ടറിക്ക് കൊടുക്കുക. അതേപോലെ തന്നെ ആ പുതിയ മാറ്റങ്ങൾ എന്താണെന്നൊക്കെ അവരെ അറിയിക്കുക. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. പിന്നെ മോർഗേജും ചാർജൊക്കെ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യുക. എല്ലാ റെലവൻറ്റ് ഇൻഫർമേഷനും ഓഡിറ്റർക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുക. അതെല്ലാം പ്രധാനമായിട്ട് ഡയറക്ടറുടെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടികളിൽ പെടുന്നതാണ്. ഇനി ഡയറക്ടറുടെ ജനറൽ ഡ്യൂട്ടി കോമൺ ആയിട്ട് പറയുന്നുണ്ട്.
കമ്പനിക്ക് വേണ്ടിയിട്ടുള്ള ഡ്യൂട്ടീസ്, സ്കിൽസ് ഒക്കെ ഉള്ള ആളുകളെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നതും നല്ല ഗുഡ് ഫെയ്ത്തോടു കൂടി ചെയ്യുന്നതും അതുപോലെ തന്നെ ഡയറക്ടർ കമ്പനി അറ്റംപ്റ്റ് ടു അച്ചീവ് എനി അൺഡ്യൂ ഗെയിൻ ഒരു അഡ്വാൻറ്റേജും അവരുടെ റിലേറ്റീവ്സിനോ പാർട്ട്നേഴ്സിനോ വേണ്ടിയൊന്നും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഓഫീസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഡ്യൂട്ടീസ് പറഞ്ഞത്. ഡയറക്ടേഴ്സിൻ്റെ റൈറ്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്തൊക്കെ അവകാശങ്ങളുള്ളത് കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി രജിസ്റ്ററിലൊക്കെ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചാൽ അവർക്ക് കിട്ടുന്ന അക്കൗണ്ട്സും റെക്കോർഡ്സും ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം എപ്പോൾ ചോദിച്ചാലും കിട്ടാനുള്ള അധികാരമുണ്ട്. പിന്നെ നോർമലി എൻറ്റൈറ്റിൽ ടു ക്ലെയിം റീഎംബേഴ്സ്മെൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പൈസ അവിടെ മുടക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോട്ട് റീഎംബേഴ്സ് ചെയ്ത് കിട്ടാനുള്ള അധികാരമുണ്ട്. റെമ്യൂണറേഷൻ കിട്ടാനുള്ള അധികാരമുണ്ട്. അവരുടെ ഡ്യൂട്ടീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാനുള്ള അധികാരമുണ്ട്. ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഡിസിഷനിലൊക്കെ ഉൾപ്പെടാനും വോട്ട് ചെയ്യാനും ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. റീസണബിൾ നോട്ടീസ് ഓഫ് മീറ്റിംഗ്സ് റിസീവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. റിമെയിൻ ഓഫീസ് അണ്ടിൽ ഹീ സൈൻസ് പ്രോപ്പർലി അയാളെ നമ്മൾ ഒന്നില്ലെങ്കിൽ സ്വമേധയാ ഡയറക്ടർ റിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മളായിട്ട് റിമൂവ് ചെയ്യുന്നവരേക്കോ ആ ഓഫീസിലിരിക്കാനുള്ള അധികാരം അവിടെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരാൾക്ക് തന്നെ ഒന്നിലധികം ഡയറക്ടർഷിപ്പ് ഏറ്റെടുക്കാൻ പറ്റും. സബ്ജക്ട് ടു ദ ആർട്ടിക്കിൾസ് ഡയറക്ടർ പവർ മേ ബി ഡെലിഗേറ്റഡ്. ഇനി ആർട്ടിക്കിളിൽ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ അതിനനുസരിച്ച് ഡയറക്ടറുടെ പവറും ആ പവറും അവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ ആർട്ടിക്കിളിലായിരിക്കും മെയിനായിട്ട്, കാരണം ഇൻറ്റേർണൽ അഫയേഴ്സ് അവിടെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്തൊക്കെയാണ് അവരുടെ പവേഴ്സ് എന്നുള്ളത്. അതുപോലെ ജനറൽ മീറ്റിങ്ങിൽ ചെയർമാനെ ഒക്കെ കോൾ ചെയ്യാനുള്ള റൈറ്റ് ഡയറക്ടർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷണൽ അഡ്വൈസ് കമ്പനിയുടെ ചെലവിൽ തന്നെ വേണ്ടതായ വിദഗ്ധ ഉപദേശം കിട്ടാനുള്ള റൈറ്റ് ഡയറക്ടർക്കാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 3 ലയബിലിറ്റി ഉള്ളത്. ലയബിലിറ്റി ടു ദ ഔട്ട്സൈഡേഴ്സിനോടുള്ള ലയബിലിറ്റി, ഒന്ന് കമ്പനിയോടുള്ള ലയബിലിറ്റി, ഒന്ന് ക്രിമിനൽ ലയബിലിറ്റി. ഇങ്ങനെയാണ് 3 ലയബിലിറ്റി ഉള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇതിൽ പറയുന്നത് മാനേജിങ് ഡയറക്ടർ ഒക്കെയാണ്. ഇനി അടുത്തൊരു മെയിൻ ആയിട്ടുള്ളതാണ് കമ്പനി സെക്രട്ടറി ആരാണെന്നുള്ളത്. അപ്പോൾ കമ്പനി സെക്രട്ടറി ആണ് പ്രധാനമായിട്ട് പ്രിൻസിപ്പൽ ഓഫീസർ എന്ന് പറയുന്നത്. സെക്രട്ടേറിയൽ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദ ബിസിനസ്സിൽ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അവരാണ് പോളിസികളും ഇൻസ്ട്രക്ഷൻസും ഒക്കെ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള എല്ലാ പോളിസികളും ഇൻസ്ട്രക്ഷനും ഒക്കെ കൊടുക്കാൻ അധികാരപ്പെട്ട വ്യക്തിയാണ് കോൺഫിഡൻഷ്യൽ ഓഫീസർ ആയിട്ടുള്ള കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഈ സെക്രട്ടറിയുടെ പവേഴ്സ് ഡ്യൂട്ടീസ് ഒക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. സെക്രട്ടറിക്ക് 6 ഡ്യൂട്ടീസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്യൂട്ടീസ് റൈറ്റ്സ് വരുന്നുണ്ട്. ഒന്ന് കൺട്രോൾ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക. സബോർഡിനേറ്റ് ആയ ആളുകളെയൊക്കെ അതിനുള്ള റൈറ്റ് സെക്രട്ടറിക്കാണ്. ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള റൈറ്റ്, അതേപോലെ തന്നെ ഏത് കോൺട്രാക്റ്റും കമ്പനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺട്രാക്റ്റ് ഏർപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ സൈൻ ചെയ്യേണ്ടത് ആരാണ്? കമ്പനി സെക്രട്ടറിയാണ്. ഇഫ് ഹി ഫീൽസ് ദാറ്റ് ഓഫീസേഴ്സ് ഓഫ് ദ കമ്പനി ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി, അതായത് അദ്ദേഹത്തിന് തോന്നുകയാണ് ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ കമ്പനീനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യത്തിനെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നുണ്ട് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കാനുള്ള അധികാരം കമ്പനി സെക്രട്ടറിക്കാണ്. അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊസീഡിങ്സ് സൈൻ ചെയ്യാനുള്ള ആ ഡോക്യുമെൻറ്റുകളിലൊക്കെ സൈൻ ചെയ്യാനുള്ള റൈറ്റ് സെക്രട്ടറിക്കാണ്. കമ്പനി അടച്ചു പൂട്ടുന്ന ഒരു അവസ്ഥ വരുന്ന സമയമാണെങ്കിൽ അവിടെ അവരുടെ ലീഗൽ ഡ്യൂസ് എന്തെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാൻ ഒരു പ്രിഫറൻഷ്യൽ ക്രെഡിറ്ററെ പോലെ ആദ്യം നിന്നുകൊണ്ട് തനിക്ക് കിട്ടാനുള്ള സാധനം വേണമെന്ന് പറയാനുള്ള അധികാരവും സെക്രട്ടറിക്ക് ഉണ്ട്. പക്ഷേ ഡയറക്ടർക്ക് ഒരിക്കലും ഈ ഒരു റൈറ്റ് ഇല്ല. ക്രെഡിറ്ററെ പോലെ മുന്നിട്ട് നിന്ന് ചോദിക്കാനുള്ള റൈറ്റ് ഡയറക്ടർ വരുന്നില്ല. അപ്പോൾ ഈ 6 പോയിന്റ് ഒന്ന് നന്നായി നോട്ട് ചെയ്യുക. ഒരു കമ്പനി സെക്രട്ടറിക്കുള്ള 6 അധികാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതാണ് മെയിനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. കമ്പനി സെക്രട്ടറിയുടെ ഡ്യൂട്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊരു പ്രൊമോഷൻ, ഫോർമേഷൻ, ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് കമ്പനി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം, ഫോം ചെയ്യാം, ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ ഡ്യൂട്ടീസാണ്. ഫയൽ ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക ഡോക്യുമെൻറ്റുകൾ, ഫോമുകൾ, റിട്ടേൺസ്, അപ്ലിക്കേഷൻസ്, കമ്പനിക്ക് വേണ്ടി ഈ പണികളെല്ലാം ചെയ്യുന്ന സെക്രട്ടറിയാണ്. കമ്പനിയുടെ സെക്രട്ടേറിയൽ റെക്കോർഡ്സ്, സ്റ്റാറ്റ്യൂട്ടറി ബുക്കുകൾ, രജിസ്റ്റർ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. ബോർഡ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യുക. അതുപോലെ ജനറൽ മീറ്റിങ്ങിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ മിനിറ്റ്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഷെയറുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വർക്കുകളും അതിൻ്റെ ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും ആ കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള അധികാരമുണ്ട്.
കടമകളുണ്ട്. അഡ്വൈസിങ് കമ്പനി ഓൺ മാറ്റേഴ്സ്, ഇനി കമ്പനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിയമവശങ്ങളുമായി ബന്ധപ്പെട്ടൊരു അഡ്വൈസ് വേണമെങ്കിൽ അത് കൊടുക്കുക. പിന്നെ കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് കമ്പനി ലോ ബോർഡിൽ, അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, അതിലൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ള അധികാരം കമ്പനി സെക്രട്ടറിക്കാണ് ആ ഒരു ഡ്യൂട്ടി ഉള്ളത്. അതായത് ഇവിടെയൊക്കെ പോയിട്ട് കമ്പനീനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോയി നിന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ഡ്യൂട്ടിയൊക്കെ കമ്പനി സെക്രട്ടറിക്കാണ്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ആർബിട്രേഷൻ, നിയമപരമായിട്ട് വല്ല തർക്കങ്ങൾ, കൺസീലിയേഷൻ വരിക, സർവീസുകൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡീൽ ചെയ്യേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. ഫിനാൻസ്, അക്കൗണ്ട് സർവീസുകൾ, ടാക്സ് സർവീസുകൾ, മാനേജ്മെൻറ്റ് സർവീസ്, കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള സർവീസുകളെല്ലാം ഡീൽ ചെയ്യേണ്ടതും കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ ഇവിടെ ഒരു 9 ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കുറച്ച് ജനറൽ ഡ്യൂട്ടീസ് ഒക്കെ പറയുന്നുണ്ട്. മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടത്, ബോർഡ് കമ്മിറ്റി ജനറൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഡയറക്ടറെ ഗൈഡ് ചെയ്യേണ്ടത്, അപ്രൂവൽ പല ഭാഗങ്ങളിൽ നിന്ന് വാങ്ങേണ്ടി വരും, അതെല്ലാം ഒബ്റ്റെയിൻ ചെയ്യേണ്ടത്, ബോർഡിനെ അസിസ്റ്റ് ചെയ്യുക, മാനേജ്മെൻറ്റ് കമ്പനിയുടെ മാറ്റേഴ്സിന് വേണ്ടിയിട്ട് അഡ്വൈസ് കൊടുക്കുക, കോർപ്പറേറ്റ് ഗവേണൻസ്, നല്ലൊരു കോർപ്പറേറ്റ് ഗവേണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് കൊടുക്കുക, ഗവൺമെൻറ് റിക്വയർമെൻറ്റ്സ് ഏറ്റവും നല്ല രീതിയിൽ ബെസ്റ്റ് പ്രാക്ടീസായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള അസിസ്റ്റൻസ് കൊടുക്കുക. അങ്ങനെ അതിൻ്റെ എല്ലാ ഡ്യൂട്ടീസും കൃത്യമായിട്ട് ഡിസ്ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ട് ഈ ഒരു മാനേജ്മെൻറ്റ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണെന്ന് നോക്കുക, ജസ്റ്റ് ഡയറക്ടർ അവരുടെ ഡ്യൂട്ടീസ്, അവരുടെ ലീഗൽ പൊസിഷൻ, പവർ അത് നോക്കുക, സെക്രട്ടറി അവരുടെ ഡ്യൂട്ടി, അവരുടെ റൈറ്റ്സ്, അത്രയും കാര്യങ്ങൾ. ഡയറക്ടറെ ആർക്കൊക്കെ അപ്പോയിൻറ്റ് ചെയ്യാം, എങ്ങനെയൊക്കെ റിമൂവ് ചെയ്യാം, ആ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. അത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം ഇതിൽ പഠിച്ചു പോയാൽ മതി. ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്